ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജയപാൽ സുമാരൻ. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. ഏതായാലും നമ്മുടെ ഒരു വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആണ് ഇന്ന്. ഈ ഒരു വീഡിയോയിലൂടെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പഴയകാല ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡീറ്റെയിൽസാണ്. ഈ ബസ് ഇപ്പോൾ നിലവിൽ ഞാനൊരു മിനിയേച്ചറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബസ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് എനിക്കും ഒരു നാടിൻ്റെയും ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വളരെ ഫേമസ് ആയ ഒരു ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ്സിനെയും അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ 1980 1990 ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലബാർ ഏരിയയിൽ എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ വള്ളുവനാടൻ ഏരിയയിൽ മലപ്പുറം ജില്ലയെയും കോഴിക്കോട് വയനാട് ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു ഏരിയ, അവിടെ നിന്നും കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂർ വഴിക്കടവ്, അതിന് അപ്പുറം നമ്മുടെ വയനാട് ഉൾഗ്രാമങ്ങളിലേക്ക് പോലെ ഉള്ള ഒരു സ്ഥലമായ ചുള്ളിയോട് എന്നൊരു സ്ഥലത്ത് നിന്നും നമ്മുടെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലേക്ക് ഒരു ബസ് സർവീസ് തുടങ്ങുന്നു. ആ ബസ് സർവീസിൻ്റെ പേര് സ്വപ്ന എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് ബസ്സിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അന്ന് തൊട്ട് ഈ അടുത്തൊരു കാലഘട്ടം വരെ ശരിക്കും വള്ളുവനാട് ഏരിയയിലെ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായ അല്ലെങ്കിൽ പ്രിയങ്കരിയായ ഒരു സർവീസായിരുന്നു സ്വപ്നയുടേത്. ഓണർഷിപ്പ് ആദ്യത്തിൽ നിന്നും പലരും മാറി മാറി വന്നെങ്കിലും ഈ ഒരു പേര് സ്വപ്ന എന്നുള്ള പേര് മാറ്റിയില്ല. ഇതിൻ്റെ റൂട്ട് എന്നുള്ളത് ചുള്ളിയോട് നിന്നും തൃശ്ശൂരിലേക്കായിരുന്നുവെങ്കിലും പിന്നീടത് തേൾപ്പാറ എന്ന ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങുകയുണ്ടായി. ശരിക്കും അതിൻ്റെ പെർമിറ്റ് വന്നിരുന്നത് ചുള്ളിയോടിൽ നിന്നായിരുന്നു, കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ നിന്നും. അപ്പോൾ നമ്മുടെ ഒരു ഓർമ്മയിൽ നിന്ന് ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കി കയറി സഞ്ചരിച്ച് ഇഷ്ടപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള ഒരു ടാറ്റ സുന്ദരിയായിരുന്നു അന്നത്തെ ഈ വള്ളുവനാടൻ ബസ്സായ സ്വപ്ന. ശരിക്കും ഒരു ഡ്രീം ഗേൾ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു ബസ്. കാരണം ഇത്രയും അന്നത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈ ക്ലാസ് ലെവൽ ബോഡി ചെയ്തിരുന്ന ഒരു കിഡിലൻ 1210 മോഡൽ ടാറ്റ ബസ്. അതിനു മുൻപ് ഒരു പഴയകാല ടാറ്റ ബസ്സിൽ നിന്നായിരുന്നു ഇവരുടെ തുടക്കം. പക്ഷേ ഞാനീ പറയുന്ന ബസ് ഏകദേശം 85-90 കാലഘട്ടത്തിൽ ഓടിയിരുന്നതാണ്. പിന്നീട് അത് മാറി 2000 ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ലേലൻഡ് ബസ്സുകളിലേക്ക് മാറുകയും പിന്നീട് അത് കളർ കോഡുകളിലേക്ക് മാറുകയും ഈ അടുത്ത കാലഘട്ടത്തിൽ 140 കിലോമീറ്ററിൽ മുകളിലുള്ള സർവീസുകളെ, പ്രൈവറ്റ് ബസ്സുകളുടെ സർവീസുകളെ ഗവൺമെൻറ് വേണ്ട എന്ന് വെച്ചപ്പോൾ ഈ ഒരു സർവീസ് നിലയ്ക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ഇപ്പോൾ ആ കോടതി ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും ഈ സർവീസ് തിരികെ വരുന്നതാണ് എന്നാണ് അറിവ്. ഏതായാലും അന്ന് ഞാൻ കണ്ട് മനസ്സിലാക്കി കയറി സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ ഒരു സ്വപ്ന, ആ ഒരു ബസ്, അത് ഇന്നും എൻ്റെ ഒരു ജീവനായി, എന്നെ ഒരു ഏറ്റവും കൂടുതൽ ബസ് പ്രേമിയാക്കി മാറ്റിയ ആ ഒരു ബസ്സിൻ്റെ മിനിയേച്ചർ പലവട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. കാർഡ്ബോർഡിൽ ചെയ്ത് തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 5ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിൻ്റെ മിനിയേച്ചർ എനിക്ക് സ്വന്തമായിട്ട്, ഇതൊരു ഓർഡർ വർക്കൊന്നുമല്ല, അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഞാൻ ചെയ്തു തുടങ്ങി ഏകദേശം തീരാറായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മുടെ 1210 മോഡലായ 85-90 കാലഘട്ടത്തിൽ മലബാർ ഏരിയയിൽ ചുള്ളിയോട് നിന്ന് തൃശ്ശൂർക്ക് ഓടിക്കൊണ്ടിരുന്ന സ്വപ്ന ബസ്സിൻ്റെ ഒരു മിനിയേച്ചറാണ് നിങ്ങളീ കാണുന്നത്. പണി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 3 വർഷത്തിലധികമായി ഞാൻ ഈ ഒരു മിനിയേച്ചർ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമല്ല, ഈ ഒരു സർവീസ് നടത്തുന്ന ഈ ഒരു ബസ്സിൻ്റെ ഒരു
ഫിനിഷിംഗ് ഘട്ടം എന്നത് ഏറ്റവും മനോഹരമാക്കണമെന്ന് വളരെ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സമയമെടുത്ത് ഇത് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഭാഗം ഗ്ലാസ്സാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ വെട്ടിയിരിക്കുന്ന പോർഷൻ ഞാൻ അതേ ഷീറ്റ് കൊണ്ട് തന്നെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഗ്രേ കളറ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നതാണ്, നമ്മുടെ പ്രൈമർ അടിച്ചിരിക്കുന്നതാണ്. പ്രൈമർ അടിച്ച് നമ്മൾ പേപ്പർ ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിൽ പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് എടുത്ത് ഈ ഗ്ലാസ് വെട്ടിയ പോർഷൻ തന്നെ തിരിച്ച് അതേപടി തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ടാറ്റയുടെ പഴയകാല ഗ്രിൽ പോർഷനും കാര്യങ്ങളൊക്കെ. ഇത് ബോഡിയൊന്നും ഒട്ടിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ ഇതാണ് സീറ്റ്. ആ ഒരു പണ്ടത്തെ ആ ഒരു നമ്മുടെ ഹെഡ് റെസ്റ്റുള്ള ടൈപ്പ് സീറ്റാണ്. ഇതാണ് അതിൻ്റെ ഒരു രൂപം. ഇനി ഇതിൻ്റെ ഓരോ കുറേശ്ശെ ഉള്ള ഡീറ്റെയിൽസ് കൂടി കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 15 സെൻറ്റിമീറ്റർ വീതിയുള്ള ഈ ഒരു മിനിയേച്ചർ മോഡലിന് നമ്മൾ ഇതിൻ്റെ പൊക്കം ഡീറ്റെയിൽസ് എല്ലാം ആ പഴയകാല മലബാർ ഏരിയയിലെ ബോഡി ടൈപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പഴയകാല സ്വപ്നയ്ക്ക് ഇവിടെ സ്വപ്ന എന്നായിരുന്നു പേര്. അതായത് നമ്മുടെ നെറ്റിപ്പട്ടം പോലെ വെച്ചിരിക്കുന്ന പേര് സ്വപ്ന. ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ്സിലും ഫുൾ ഗ്ലാസ് ആയിരുന്നു, അതിനും ഇവിടെയും സ്വപ്ന എന്നുള്ള പേര് ഇവിടെ ഇതുണ്ടായിരുന്നു, കൂളിംഗ് ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ റൂട്ട് ബോർഡുണ്ട്. അതിൽ നിലമ്പൂർ ചുള്ളിയോട് എന്നുള്ള ബോർഡ് നിലമ്പൂരിലോട്ട് പോകുമ്പോഴും തിരികെ വരുമ്പോൾ തൃശ്ശൂർ എന്നുള്ള ബോർഡുമായിരുന്നു. LSFP ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ടാറ്റ 1210 മോഡലായിരുന്നു ഈ ഒരു ടൈപ്പ് ഗ്രില്ലും. പിന്നെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വരുന്നത്. 2 ഡോറാണ് വരുന്നത്. പിന്നെ ഉള്ളിലൊക്കെ എൻ്റെ ഒരു ഓർമ്മ പ്രകാരം ഒരു പച്ച കളറ് ഡീറ്റെയിൽ ആയിരുന്നു. ഈ ഒരു ടോപ്പ് പോർഷൻ അത് നമ്മുടെ ഏകദേശം തടിയിൽ തീർത്ത ഒരു ലുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു പക്ഷേ ഇതെൻ്റെ ഒരു ഓർമ്മ മാത്രമാണ്, കറക്റ്റ് ആവണമെന്നില്ല, കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മയാണ്. പിന്നെ അതിൻ്റെ ഒരു ബോഡി ടൈപ്പ് ഇങ്ങനെ വരും. പച്ച സീറ്റുകൾക്ക് ഒരു ബ്രൗൺ ഗ്രേ കളർ നമ്മുടെ ഒരു ഹെഡ് റെസ്റ്റ് ടൈപ്പായിരുന്നു വന്നത്. അപ്പോൾ പണ്ടത്തെ ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇരിക്കുന്ന ഈ ഇരിപ്പിടത്തിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷൻ ഒരുപാട് താന്നിട്ട് നമ്മുടെ ഷട്ടർ താന്നിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷട്ടറിൻ്റെ ഏകദേശം പകുതിക്കും മുകളിലായിരിക്കും ഹെഡ് റെസ്റ്റ് വരുന്ന മോഡലായിരുന്നു പണ്ടത്തെയൊക്കെ ടൈപ്പ്. പിന്നെ ടാറ്റയുടെ ആ ഒരു ബോണറ്റ്, ടാറ്റയുടെ സ്റ്റിയറിങ്, പിന്നെ ഈ മോഡൽ ഒരു ഗിയർ, ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഡീറ്റെയിൽ. ഓക്കെ, ഇനി ഇതും ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫിനിഷ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ടാറ്റയുടെ ഒരു ചേസാണിത്. ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് വെക്കണം. പിന്നെ ഇത് നമുക്ക് ബോഡി ഇതിലേക്ക് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒട്ടിക്കാതെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ വൈറ്റ് കളർ തന്നെ നമുക്ക് ഏകദേശം ഒരു എന്താ പറയുന്നത് സാധാരണ ഒരു വൈറ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റിൻ്റെ പുറത്ത് ഇവിടെ ഒരു ഗ്രീൻ കളർ ലൈൻ ആദ്യം ഉണ്ടായിരുന്നു, അതിനൊരു ഗ്രൂസും ഉണ്ടായിരുന്നു. പിന്നെ അടിയിലേക്ക് പച്ചയും ഇളം പച്ചയും നീലയും ബ്ലാക്കും എല്ലാം കലർന്ന കുറച്ച് ഡിസൈൻസ് ഈ ഒരു ബാക്കിലെ വീലാർച്ചിന് മുകളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു മോഡലായിരുന്നു. ഏകദേശം രജിസ്റ്റേർഡ് നമ്പർ KRM ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. KRM മലപ്പുറം രജിസ്ട്രേഷൻ തന്നെ ആയിരുന്നു, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇപ്പോൾ ബാക്ക് കാണിക്കുകയാണെങ്കിൽ 2 ഗ്ലാസ്, ഇതിൽ റൂട്ട് ബോർഡ്, ഇവിടെയും സ്വപ്ന എന്നുള്ള പേരുണ്ടായിരുന്നു. ഇത് രണ്ടും കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു എന്നാണ് ഒരു ഓർമ്മ. പിന്നെ ഇതിന് ഒരു ഫുൾ മറച്ച് പണ്ടത്തെ കാലത്ത് ഈ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുണ്ടായിരുന്ന ബസ്സുകൾക്കെല്ലാം ബാക്കിൽ ഗ്രില്ലുണ്ടായിരുന്നു. അത് നെറ്റ് പോലത്തെ ഒരു ഗ്രില്ലായിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ സ്കൂൾ കോളേജ് കുട്ടികളൊക്കെ ഈ വണ്ടികൾക്ക് കല്ലെറിയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ഈ കോളേജ്
സ്കൂൾ പിള്ളേർക്ക് ബസ് നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കല്ലെറിയുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ പിന്നെ 2 ഏണിയും അതിൻ്റെ നടുക്കായിട്ട് ഇവിടെ ഒരു റൂട്ട് ബോർഡ്, 2 ഏണിയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റൂട്ട് ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ ചുള്ളിയോട്, നിലമ്പൂർ, തൃശ്ശൂർ LS FP എന്നുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെയായിരുന്നു സ്വപ്നയുടെ ഒരു ലുക്ക്. ഇതേ ബസ് ഞാൻ ഇതിനു മുമ്പ് 4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് സെയിം. അപ്പോൾ അതിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വണ്ടി ഒരു 3-4 വർഷം മുൻപ് ഞാൻ ചെയ്തതാണ് സ്വപ്ന. അതെനിക്ക് മലപ്പുറത്തെ മജീദ് എന്നുള്ള ഒരു ഇക്ക തന്ന ഓർഡറാണ്. അതിപ്പോൾ വെളിയിലാണ് ആ വണ്ടി. അദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഒരു ബസ് എനിക്ക് ഓർഡർ തന്നപ്പോൾ അദ്ദേഹം എനിക്ക് സ്വപ്ന ഉണ്ടാക്കണം എന്നുള്ള പേരിൽ പറഞ്ഞിട്ട് വണ്ടിയുടെ രൂപം ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ അദ്ദേഹം കുറച്ച് ചേഞ്ചസ് പറഞ്ഞു. കളറും അതുപോലെ വണ്ടിയുടെ ബാക്കിലെ ഗ്ലാസ് ട്രിപ്പിൾ ഗ്ലാസ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് ഒറിജിനൽ സ്വപ്നയല്ല ശരിക്കും അന്ന് ചെയ്തു കൊടുത്തത്. പക്ഷേ സ്വപ്ന എന്നുള്ള പേരിലാണ് ചെയ്തത്. പക്ഷെ അതിന് മുമ്പ് ചെയ്ത വണ്ടികളെല്ലാം ഞാൻ കാർഡ്ബോർഡിൽ ചെയ്തപ്പോഴൊക്കെ ഇതേ രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ നമ്മുടെ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ വരുന്നതിന് മുൻപ് ഉണ്ടാക്കിയ വണ്ടികളാണ് കാർഡ്ബോർഡിൽ. അതൊക്കെ നശിച്ചു പോവുകയുണ്ടായി, അല്ലാതെ ആർക്കും കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടുണ്ടാക്കിയതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വപ്നയുടെ ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ പെയിൻറ്റിങ്, ബാക്കിയുള്ള വർക്കുകൾ, കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഏകദേശം ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് വണ്ടി ഇറക്കണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എന്തായാലും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഉടൻ തന്നെ കാണാം.